വാട്സപ്പ് ഗെയിമേഴ്സ്, ഇറ്റ്സ് മീ ട്രൈഗോഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നുള്ളത് കേരള ന്യൂ എറ എന്ന് പറഞ്ഞ ഒരു സെർവറിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്, ഇന്ന് ഞാൻ ഒരു ബ്രീഡർ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം വെറുതെ മീൻ പിടിച്ചതല്ല, ബുക്ക് വല്ല വെച്ചാൽ നമ്മൾ ലക്കിയസ്റ്റ് ബുക്ക് വല്ലതും കിട്ടിയാലോ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് വെച്ചാൽ കുറച്ച് നേരം മീനൊക്കെ പിടിച്ച് വയ്ക്കുക. എന്നാലും ഒന്നും കിട്ടിയില്ല, കുറച്ച് മീനേ കിട്ടിയുള്ളൂ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടപ്പോൾ എൻ്റെ ബേസിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ആയിരുന്നില്ല. ഇപ്പം കുറച്ച് കംപ്ലീറ്റ് ആയി, കാരണം എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റായിരുന്നില്ല തീരെ. അപ്പോൾ ഒരുവിധം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അത്ര ഫ്രീ ക്യാമ്പിൽ അപ്പോൾ കാണിച്ചത് ഇങ്ങനെയാണ്. ഫ്രീ ക്യാമ്പിൽ കാണുമ്പോൾ എൻ്റെ വീട് ഫ്രണ്ട് ഇങ്ങനെ ഒരു അടിയിൽ ഡോറൊക്കെ വെച്ച് കുറച്ച് സെറ്റാകാറുണ്ട്. വരുന്ന വീഡിയോയിൽ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് ഇടാം. ഇപ്പോൾ ഒരു സ്കെൽട്ടൻ നിൽക്കുന്നുണ്ട്, എന്തായാലും നല്ലതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീറ്റൊക്കെ നട്ടു. അങ്ങനെ നമ്മുടെ ഫാം കുറച്ച് സെറ്റാക്കി, അത്രയേ ഉള്ളൂ എൻ്റെ ഇടയിലുണ്ടായത്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രീഡർ ഉണ്ടാക്കുന്നത്. രണ്ടെണ്ണം കയ്യിൽ നിന്ന് വാട്ടർ പോയിട്ട് വീണ് കുറച്ച് വീറ്റ് പോയുള്ളൂ. അത് 4 വീറ്റണ്ട ഇളകിപ്പോയി. അത് തിരിച്ചു വെച്ച് ഞാൻ പിന്നെ ബ്രീഡർ സെറ്റാക്കാനാണ് വീണ്ടും പോയത്. ആ കാരണമാണ് നമ്മൾ ബ്രീഡർ അവിടെ ബ്രീഡർ ഉണ്ട്. അത് പകുതി കൂടി എന്ന് വെച്ചാൽ ബെഡ് വെക്കണം, പിന്നെ സ്റ്റോറേജ് എന്നുവെച്ചാൽ വില്ലേജർ വന്ന് സെറ്റാവും. ആ സ്ഥലം കൂടി ഒന്ന് സെറ്റാക്കാനുള്ളൂ. ഞാൻ സെറ്റാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണിച്ചു തരാൻ പോണേ. അത് റീപ്ലേ മോഡ് ഉണ്ടെങ്കിൽ അത് ഇട്ടുതരാം, അല്ലെങ്കിൽ ഒബിയസ്ലി റെക്കോർഡ് ചെയ്ത് ഉണ്ടെങ്കിൽ അത് ഇട്ടുതരാം. അങ്ങനെ നമുക്ക് സ്റ്റോറേജ് ഇത് സെറ്റാക്കാം. അതിനുവേണ്ടി ഞാൻ താഴേക്ക് എത്ര 5 ബ്ലോക്ക് കുഴിച്ചു. 5 ബ്ലോക്ക് കുഴിച്ച് അവിടെ നിന്ന് സ്ട്രെയിറ്റ് നമ്മളിങ്ങനെ കുഴിക്കും. എന്ന് വെച്ചാൽ വെള്ളം എവിടം വരെ, ഒരു വെള്ളം നമ്മൾ ഒഴിച്ച് 7 ബ്ലോക്ക് വരെ അങ്ങോട്ട് വെള്ളം ഒഴുകി എത്തും. അതിനൊരു കേവ് കണ്ടു. ഏരിയമ്മ സ്റ്റോൺ വെച്ച് സ്റ്റോൺ വെച്ച് അടച്ചു. അതിനുശേഷം വെള്ളം ഒഴിച്ചു. ഞാൻ വിചാരിച്ച കൃത്യം തന്നെയായിരുന്നു. ഞാൻ നിൽക്കുന്ന ബ്ലോക്കിൻ്റെ തൊട്ട് മുമ്പത്തെ ബ്ലോക്ക് വരെ വെള്ളം വരണം. അങ്ങനെ അവിടേക്ക് സ്ഥലമൊക്കെ ക്ലിയർ ചെയ്തു. വെച്ചാൽ അത് ഗ്ലാസ് വെച്ചൊരു കൂടുണ്ടാക്കണ്ടേ വില്ലേജേഴ്സിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി കുറച്ച് സ്ഥലം നമ്മളവിടെ ക്ലിയർ ചെയ്തു. അതിനുശേഷം മേലൊക്കെ ഒരു വഴി ഉണ്ടാക്കി കുറച്ചാക്കി. എന്നിട്ട് ഞാൻ ടോർച്ച് വെച്ചു, സോംബി യൂസ് പോകാൻ വേണ്ടി. അതിനുശേഷം കുറച്ച് അയ്യം കിട്ടി അവിടെ നിന്ന് എനിക്ക്. അവിടെയും കൊബിൾ സ്റ്റോൺ വെച്ച് പിന്നെ അടയ്ക്കേണ്ട വെച്ച്, കാരണം മേലേക്ക് കയറാൻ ആ വഴിൻ്റെ അങ്ങോട്ട് ആക്കാമെന്ന് വെച്ച് സൈഡ് തിരിച്ചിട്ട് ആ വഴി മേലേക്ക് കയറാൻ സെറ്റാക്കി. ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ആ ഗ്ലാസിൻ്റെ ഒരു കൂട് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ബ്രീഡറിൻ്റെ അവിടേക്ക് നടന്നു. കൂടുണ്ടാക്കാൻ അടിയിലൊരു സ്ലാബ് വെക്കണം. അപ്പോൾ ആ സ്ലാബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോർട്സിൻ്റെ സ്ലാബാണ് എടുത്തത്. ഏത് സ്ലാബായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിന് ശേഷം ഞാൻ ആ ഇത് പൊട്ടിച്ച് അവിടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നടന്ന് അത് നമ്മൾ കൂട് സെറ്റാക്കി വെച്ചു. അതിൽ വില്ലേജേഴ്സ് വരെ ബെഡ് ഇടണം. ബെഡ് ഇടാനുള്ള നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ബെഡ് ഇടണ്ടേ, എന്നാലും വില്ലേജ് 3 ബെഡിന് മേലെങ്കിലും 3 ബെഡ് മതി, കാരണം 2 വില്ലേജേഴ്സ് ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ഓരോ ബെഡ് വെച്ചിട്ട് അങ്ങനെ മതി. അതാകുമ്പോൾ കറക്റ്റ് അളവാണ്. അതിനുശേഷം ഞാൻ ബെഡ് കളക്ട് ചെയ്തൊന്നു. ഇവിടെ 2 ഷീപ്പുകളാകണം. അവർ ഗ്രേയും ബ്ലാക്കും ഷീപ്പായിരുന്നു. ഞാൻ ഷിയേഴ്സ് വെച്ച് ആക്കി അവരതും 3 പൂള് വെച്ച് സെറ്റാക്കി. ബാക്കി പൂള് ഞാൻ എവിടെയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് പോലെ വെച്ച് പോയി. അല്ല പിന്നെ പൊട്ടിച്ച് കളയും. പിന്നെ നമ്മൾ ബെഡ് കൊണ്ടുപോയി പിന്നെ അതിലിട്ടു. അങ്ങനെ വെറൈറ്റി ആയിട്ട് ഗ്രേയും ബ്ലാക്കും വൈറ്റും ബെഡും അതിലിട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ ആദ്യം ഡേർട്ട് വെച്ച് അടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കയ്യിൽ ഇത് പൊട്ടിച്ചേണ്ട ഉണ്ടാവുമെന്ന് മനസ്സിലായി. അത് വെച്ച് അടച്ചു. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ. ലാസ്റ്റ് റീപ്ലൈ മോഡ് ഇട്ടുതരാവേ.